ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിമാഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ക്ലാസ് കുറച്ച് നാൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നിർത്തി വെച്ചിരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ വെച്ചിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അതായത് വൃത്തങ്ങളിലെ ആദ്യത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എക്സസൈസ് നമ്മൾ തീർത്തായിരുന്നു. ഫസ്റ്റ് എക്സസൈസിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ തീർത്താണ്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഏത് ക്വസ്റ്റ്യനാ, ഈ ക്വസ്റ്റ്യൻ, ഈ 9ാമത്തെ ചോദ്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ചെയ്യാം. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മൂഡില്ല. ഞാനത് ചെയ്തു തരാം എന്തായാലും. നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഞാണും കോണും ചാപവും എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് ഞാണും കോണും ചാപവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിൽ കോഡ്, ആംഗിൾ, ആർക്ക്, കേട്ടോ. ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഈ എടുക്കുന്നത് എങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്ന മാതിരി ഇങ്ങനെ ഓരോ പടം വെച്ചിട്ട് പറയുന്നൊന്നുമില്ല. ഇത് ബേസിക്കലി എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഞാൻ പടം വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നല്ലൊരു ധാരണയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് നമുക്കറിയാം സർക്കിളിനൊരു സെൻറ്റർ ഉണ്ടല്ലേ. ഈ സർക്കിളിന് നമ്മളൊരു സെൻറ്റർ ഇട്ടു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സർക്കിളിൽ നമ്മളൊരു കോഡ് വരയ്ക്കാൻ പോവാം. അതായത് ഒരു ചാപം, നമ്മളിങ്ങനെ ഒരു കോഡ് വരച്ചു. ഇനി ഈ കോഡ് വരച്ചിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ കോഡിൻ്റെ രണ്ടറ്റത്തേക്കും നമ്മളിങ്ങനെ യോജിപ്പിക്കാൻ പോകും. അതായത് നമ്മളിപ്പോൾ ഒരു 2 റേഡിയസ് ആണ് വരയ്ക്കുന്നത്. ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മളിങ്ങനെ റേഡിയസ് വരച്ചു. ഇങ്ങനെ റേഡിയസ് വരച്ച് കഴിയുമ്പം നമുക്കറിയാം ഇവിടെ സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ തൽക്കാലം ചുമ്മാ ഇങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ആംഗിൾ അത്ര നമ്മളിങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയൊന്നും പറയുന്നതല്ല. ഞാൻ ചുമ്മാ എനിക്ക് തോന്നുന്ന ഒരു ആംഗിൾ ഞാൻ പറയാം. ഈ ആംഗിൾ ഇപ്പം ഏകദേശം എന്തായാലും ഒരു 90 കൂടുതൽ കാണും. അപ്പം ഞാൻ ഇതൊരു 120 ഡിഗ്രി ഉണ്ട് എന്നങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ഇതൊരു 120 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അടുത്ത് വരയ്ക്കാൻ പോവാണ്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ മുകളിലേക്ക്, ഇപ്പം ഈ വരയ്ക്കുമ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ തൽക്കാലം ഇത് ഇവിടെ കൊണ്ട് വെച്ചു. ഇനി ഈ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇവിടെ ഇത് നമ്മൾ പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അതിനെ നമുക്ക് വേറെ കളർ അടിക്കാം. ഇവിടെ ഒരു നമ്മൾ ഈ ഓറഞ്ച് വെച്ചിട്ട് ഇവിടെ ഇതിനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവിധി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഗ്രീൻ കളറിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 120 ഡിഗ്രിയുടെ കൃത്യം പകുതിയായിരിക്കും ഈ ഓറഞ്ച് ആംഗിൾ. അതായത് ഈ ഓറഞ്ച് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ താഴെയുള്ള ഒരു ആംഗിൾ. അത് നമ്മൾ താഴേക്ക് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് അത് ഈ താഴെ നമ്മൾ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതവിടെ കൊണ്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്തു, ആ സർക്കിളെ വെച്ചു. ഇനി ഈ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നേരെ എടുത്തിട്ട് അവിടെ കൊണ്ട് മുട്ടിക്കുക. ഇനി ഇവിടെ ഒരു ആംഗിൾ കിട്ടുമല്ലോ, ഈ ആംഗിളിന് നമ്മൾ ഇങ്ങനെ ഒരു കളർ അടിക്കാം. ഈ സെയിം ഓറഞ്ച് നമ്മളോട് അടിച്ചു. ഇനി ഈ ആംഗിൾ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ കുറയ്ക്കും. ഏത് ആംഗിളിനെ കുറയ്ക്കുന്നതെന്ന് അറിയോ? ഈ ടോപ്പിൽ കാണുന്ന 60 ഡിഗ്രിയിലെ ആ 60 ഡിഗ്രി നമ്മൾ അങ്ങോട്ട് കുറയ്ക്കണം. അപ്പം 180 നിന്ന് 60 ഡിഗ്രി കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രിന്ന് കിട്ടും. ഇത്രയാണ് സെൻട്രൽ ആംഗിളും ഈ ടോപ്പിലുള്ള ആംഗിളും താഴെയുള്ള ആംഗിളിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം തോന്നാം, ഈ ബാക്കി മേളിൽ ഇനി ഇടയുണ്ടല്ലോ അവിടെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഏത് ആംഗിൾ വരും? അതായത് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ താഴെ മുട്ടിക്കാം. ഇങ്ങനെ മുട്ടിച്ചു. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ആംഗിളും നമ്മൾ ഈ മേളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന സെയിം ആംഗിൾ തന്നെ ആയിരിക്കും. ഇതും 60 ഡിഗ്രി തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഇല്ല. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഇവിടെ ഒരെണ്ണം വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ ആ ആംഗിൾ എന്ന് പറയുന്നതും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? മാർക്ക് ചെയ്യാം. ഇവിടെ ഈ വരുന്ന ഈ ഓറഞ്ച് കളറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇതും 60 ഡിഗ്രി തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഈ താഴെ അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ താഴെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 120 ഡിഗ്രി വരച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വേറെ മാറ്റി ഇങ്ങോട്ടൊന്ന് വരയ്ക്കുക.
ഇവിടെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ആ ആംഗിളിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നതും 120 ഡിഗ്രി തന്നെ ആയിരിക്കും. ഈ ആംഗിൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ ഓറഞ്ച് കളറുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതും 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിളും കൂടെ നോക്കാം. ഞാൻ വേറെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. കുറച്ചും കൂടെ ഒരു വലിയ സർക്കിൾ വരയ്ക്കുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്കിതൊരു വേറൊരു രീതിയിൽ അങ്ങോട്ട് ചെയ്യാം. അപ്പം മിക്കവാറും ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു ആംഗിൾ തന്നിട്ട് ചിലപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ട് ടോപ്പിലെയും ബോട്ടം കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ നമ്മളോട് പറയും ടോപ്പിൽ ഒരു ആംഗിൾ തന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറയും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നോക്കുന്നത്. വെയിറ്റ്, ഇവിടെ നമുക്ക് കൂട്ടിമുട്ടിക്കാം. നമ്മൾ ആദ്യം ഒരു പടം നമുക്ക് ഇഷ്ടമുള്ള രീതിയാണ്. ഇത് സെൻറ്ററിൽ നിന്നുള്ള ലൈനാട്ടോ. സെൻറ്ററിൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. നമുക്ക് ഇവിടെ മുട്ടിക്കണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ആംഗിള് ഈ ടോപ്പിൽ ആംഗിളാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആംഗിള് അതൊരു 70 ഡിഗ്രി ആയിട്ടാണ് നമുക്ക് തന്നതെന്ന് വിചാരിക്കാം, 70 ഡിഗ്രി. അപ്പോൾ ഈ ടോപ്പിലുള്ള ആംഗിള് 70 ഡിഗ്രി ആണെങ്കിൽ ഈ താഴെ സെന്ററിലുള്ള ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു. സെൻട്രലിൽ 120 വന്നപ്പം ടോപ്പിൽ എത്രയായിരുന്നു? 120ന്റെ പകുതിയായ 60 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? ഈ ടോപ്പിൽ ആംഗിളാണ് തന്നിരിക്കുന്നത്. ടോപ്പിൽ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 70 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും. അതായത് സെന്ററിലുള്ളത് ടോപ്പിന്റെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ടോപ്പിലുള്ളത് സെന്ററിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 2 × 70 ഡിഗ്രിയാണ്. അതായത് 140 ഡിഗ്രിയാണ് വരിക. ഇനി ഈ താഴെയുള്ളത് എത്രയായിരിക്കും? ഈ താഴെയുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോപ്പിൽ 170 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 180 നിന്നും ഈ 70 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 110 ഡിഗ്രി കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ വൃത്തത്തിനുള്ളിൽ 4 മൂലയും വരുന്ന രീതിയിൽ 4 വശമുള്ള ഒരു ബഹുഭുജം നമ്മൾ വരച്ചാൽ, അതായത് എന്താ പറയുക, സർക്കിളിനകത്ത് 4 വെർട്ടിസസ് വരുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതിനിപ്പോ ഒരു പേരിടാൻ പോവാം. ABCD എന്ന് നമ്മൾ പേരിട്ടു. അപ്പോൾ ഇതിനകത്ത് ഈ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കാത്ത രണ്ട് വെർട്ടിസസ് ഉണ്ട്, അതായത് എയും സിയും. ഇവിടെയുള്ള ആംഗിൾ എത്ര നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആംഗിൾ എയുടെ കൂടെ ആംഗിൾ സി നമ്മൾ കൂട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഇനി വേറെ ഒരു എന്നല്ല, ഇതിന്റെ തന്നെ കൂടെ നമുക്ക് ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഒരു സെൻറ്ററിൽ നിന്ന് 2 റേഡിയസ് വരയ്ക്കുന്നു. ഈ 2 റേഡിയസ് വരച്ചതിന് ശേഷം നമ്മൾ ഈ റേഡിയസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് വരയ്ക്കുന്നു. കോഡ് എന്ന് പറഞ്ഞാൽ ചാപം നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇനി ഈ സെൻറ്ററിലുള്ള ആംഗിൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ നമുക്ക് എടുക്കാം. ഇത് 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്കറിയേണ്ടത് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം, ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ത്രികോണത്തിനൊരു പേരൊക്കെ ഇടാം. പിന്നെ ഞാൻ ഈ പറയുന്ന സംഭവം സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ സ്പീഡ് കുറവാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആദ്യം ഞാൻ സ്പീഡ് കുറച്ചോളാം. ഇനി സ്പീഡ് പോരാന്നുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു നല്ല സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത്. പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ABC എന്ന് ഞാൻ അതിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ A എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ആംഗിൾ B എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ത്രികോണം ഉണ്ടല്ലോ, അതായത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അത് എന്ത് തരത്തിലുള്ള ട്രയാങ്കിൾ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വരച്ചിരിക്കുന്ന ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അതായത് ഇതിന്റെ 2 വശങ്ങൾ തുല്യമാണ്. ഈ AC എന്ന് പറയുന്ന വശവും
ബി സി എന്ന് പറയുന്ന വശം ഇവിടെ തുല്യമാണ്. എ സി ഈക്വൽ ടു ബി സി ആണ്. അപ്പോൾ എ സിയും ബി സിയും തുല്യമായതുകൊണ്ട് ഈ നമ്മൾ ഈ പച്ച കളർ വരച്ചിരിക്കുന്ന രണ്ട് ആംഗിൾ ഉണ്ടല്ലോ, അവർ രണ്ടുപേരും തുല്യമായിരിക്കും. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിനകത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് മൂന്ന് ആംഗിളും ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ പിന്നെ മിച്ചം എത്രയുള്ള 180 നിന്നും ഈ 120 അങ്ങോട്ട് കുറയ്ക്കുന്നതല്ലേ. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രി എന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ സിയും ബി സിയും തുല്യമായതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണ്. ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടിയ 60 ഡിഗ്രി കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ആംഗിളും 30 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. ആംഗിൾ എ 30 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ആംഗിൾ ബിയും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? വേറെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് റേഡിയസ് വരയ്ക്കുന്നു. രണ്ട് റേഡിയസ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ റേഡിയായി എന്നാണ് കേട്ടോ. റേഡിയസിന്റെ പ്ലൂറൽ ഫോം ആണ് റേഡിയായി. RADII റേഡിയായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ റേഡിയസ് എന്നാണ് കേട്ടോ. അപ്പം ഈ പോയിന്റ് നമുക്ക് O എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ D എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ E എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു കോണളവാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അതായത് ഞാനിപ്പോൾ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന കോണളവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ O എത്രയാണെന്ന് കണ്ടുപിടിക്കണം, E എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇനി ഈ തന്നിരിക്കുന്ന D എന്ന് പറയുന്ന ഈ കോണളവ് ഇതൊരു 40 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതൊരു വൃത്തത്തിലും ഈ രീതിയിലാണ് നമുക്ക് ചോദ്യം വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ഈ കോണളവ് ഉണ്ടല്ലോ, അതായത് ഈ വലത്തെ സൈഡിലെ ആംഗിൾ E എന്ന് പറയുന്നതും ആംഗിൾ D എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതിന്റെ കാരണം OD എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റും OE എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റും, അതായത് അവർ രണ്ടുപേരും റേഡിയസുകളാണല്ലോ. ഇപ്പൊ റേഡിയസ് സെയിം ആയതുകൊണ്ട് ഈ ODയും OEയും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ Dയും ആംഗിൾ Eയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കി, ഇവിടെ ഒരു 40 ഡിഗ്രി ആയി, ഇവിടെ ഒരു 40 ഡിഗ്രി ആയി. അപ്പൊ 40 ടോട്ടൽ എത്ര ഡിഗ്രി ആയി? 80 ഡിഗ്രി ആയി. ഇനി ഒരു ത്രികോണത്തിനകത്ത് നമുക്കറിയാം ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓൾറെഡി 80 ഡിഗ്രി ആയി. ഇനി മിച്ചം എത്ര കൂടെ വരണം? ഈ സെൻട്രലിൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എത്ര വന്നാലാണ് ഈ ത്രികോണത്തിനകത്ത് ടോട്ടൽ 180 ആവുക? ഇവിടെ എത്ര വന്നാൽ മതി? ഇവിടെ ഒരു 100 ഡിഗ്രി വന്നാൽ മതി. ഇത്രയുള്ള പരിപാടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ പഠിച്ച എക്സ്റ്റൻഷൻ ചെയ്യാം. ഇവിടെ ഞാൻ നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ ഈ ഇയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഈ പച്ച, അത് നമുക്കൊരു പേര് കൊടുക്കാം. അവിടെ ഇതിപ്പോ ODE, ഇവിടെ F കൊടുക്കാം. ആംഗിൾ F എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ F എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞത്? സെൻട്രൽ കാണുന്ന ആംഗിളിന്റെ ഹാഫ്, അതായത് 100ന്റെ പകുതി. 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് 50 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് താഴേക്കും വരയ്ക്കാമല്ലോ. താഴെ നമ്മൾ ഡിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുന്നു, അതുപോലെ റൈറ്റ് സൈഡിൽ ഇയിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, ഞാൻ ഈ ആംഗിളിന് ഇവിടെ ഈ മേളിലും താഴേക്ക് ഞാനിങ്ങനെ സെയിം കളർ കൊടുക്കുമ്പോൾ ആംഗിളിന്റെ മെഷർമെന്റ് സെയിം ആണ് എന്ന് വിചാരിച്ച് കളഞ്ഞേക്കല്ല്, ഡിഫറെന്റ് കളർ കൊടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഈ ടോപ്പിക് കാണുന്ന 50 ഡിഗ്രി കുറച്ചാൽ മതി. 180 നിന്നും 50 ഡിഗ്രി കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 130 ഡിഗ്രി ആയിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. ഏറെക്കുറെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോൾ ഈ കണ്ടതെല്ലാം കുറെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇതിനെല്ലാം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ABCD ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. വേരിയബിൾസിന്റെ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ജനറൽ ആയിട്ട് പറയുമല്ലോ, നമ്പർ ഒന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊന്ന് പരുവപ്പെടുത്തിയെടുക്കാം. അപ്പൊ നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, സെൻറ്റർ ഇട്ടു, എന്നിട്ട് ഒരു 2 റേഡിയസുകൾ വരയ്ക്കാൻ പോകണം. അതായത് 2 റേഡിയായി നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു കോഡ് വരയ്ക്കുന്നു.
അതിനുശേഷം നമുക്ക് മുകളിലേക്കും താഴേക്കും 2 ആംഗിൾ വരയ്ക്കണം. ഇവിടെ ഒരു ആംഗിൾ കൊടുക്കാം, ഇങ്ങോട്ടും ഒരു ആംഗിൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ താഴെ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഈ താഴെ എവിടെയെങ്കിലും വന്നാൽ മതി, താഴെയുള്ള ഈ ആർക്കിൽ എവിടെയെങ്കിലും വന്നാൽ, ആർക്കാ പക്ഷെ മുട്ടണം കേട്ടോ, ആർക്കിന് പുറത്ത് പോകല്, ആർക്കിന് അകത്ത് നിൽക്കരുത്. ഇത് കറക്റ്റ് ഇവിടെ ഈ സർക്കിളെ മുട്ടണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആംഗിൾസിന് പേര് കൊടുക്കാം. ഇപ്പൊ ഈ സെൻട്രൽ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ടോപ്പിലെ ആംഗിൾ ഇത് എത്രയായിരിക്കും? ഈ സംഭവം എക്സിന്റെ പകുതിയായിരിക്കും. ഓക്കെ, ഇനി താഴെയുള്ള ഈ ആംഗിൾ ഇല്ലേ, ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ പകുതി കുറയ്ക്കണം. അതായത് ഈ ടോപ്പിൽ കാണുന്ന സാധനം 180 നിന്ന് കുറയ്ക്കണം. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു പേരിട്ടില്ലല്ലോ, എ ബി സി ഡി ഇ. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതായത് ഈ സി എ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ടോട്ടൽ 180 ആണ്. ഈ നടുക്കുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന എക്സ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്നും നമ്മൾ എക്സ് കുറയ്ക്കണം, അതിൻ്റെ പകുതി എടുക്കണം. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആംഗിൾ സി ബി എ എന്ന് പറയുന്ന ആംഗിൾ ഇതുണ്ടല്ലോ, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഈ ലെഫ്റ്റ് കാണുന്ന സെയിം സാധനം തന്നെയാണ്. അതായത് 180 നിന്ന് സെൻട്രൽ ആംഗിളായ എക്സ് കുറയ്ക്കുന്നു, അതിന് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന ഇതുണ്ടോ, സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ടോപ്പിൽ വരുന്നത് എക്സിന്റെ പകുതി ആയിരിക്കും. അതായത് എത്രയായിരിക്കും? x/2 ആയിരിക്കും. ഇനി താഴെ വരുന്നത്, അതായത് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 180 നിന്നും ഈ ടോപ്പിലെ x/2 കുറയ്ക്കുന്നതായിരിക്കും. ഇനി സി എ ബി എന്ന് പറയുന്ന ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 180 നിന്നും സെൻട്രൽ ആംഗിൾ ആയ എക്സ് കുറച്ചിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതേ ആംഗിൾ തന്നെയായിരിക്കും റൈറ്റ് സൈഡിൽ കാണുന്ന സി ബി എ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ സർക്കിൾസിന്റെ എന്താ പറയുക, ആംഗിളും കോഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കണക്ക് ചെയ്യാനുണ്ട്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, പേജ് 53 നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടോ. ഇതുണ്ട്, ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ചിലതിനകത്ത് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്, ചിലതിനകത്ത് ടോപ്പ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഈ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ചോദ്യം പറ്റും, 4 പറ്റും, 5 പറ്റും, 6 സിമ്പിൾ ആണ്, 6 പറ്റും, 6 നമുക്ക് ചെയ്യാൻ പറ്റും, 7, 8 എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചോണ്ടാണ് നമ്മൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് റീക്യാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സർക്കിളിന്റെ സെൻട്രൽ ആംഗിളും ടോപ്പിലെ ആംഗിളും താഴത്തെ ആംഗിളും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ 2 റേഡിയസും ഒരു കോഡും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, സെൻട്രൽ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ എന്താണ് ഈ ഇപ്പം ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യുന്ന ട്രയാങ്കിൾ, ഇതിനകത്തെ 2 ആംഗിൾസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള ആംഗിൾസ് എന്ന് പറയുന്നത് അവർ ഈക്വൽ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 180 സെൻട്രൽ ആംഗിൾ കുറച്ചിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കുറച്ച് ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.